ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. കുറച്ച് ദിവസമായിട്ട് അവിടെ ദുരൂഹത നിൽക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. ആലപ്പുഴ മാന്നാറിലെ ഇരമത്തൂർ ഗ്രാമം കൊലപാതക കേസിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും. കാരണം വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അനിൽകുമാറും സംഘവും എങ്ങനെയാണ് കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിലിട്ടു എന്നതിലാണ് അന്വേഷണം തുടരുന്നത്. മാന്നാർ ചെന്നിത്തല റോഡിൽ ഇരമത്തൂരിലെത്തുമ്പോൾ ഇടത്തേക്ക് ചെറിയൊരു ഇടവഴി, ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രം വീതിയുള്ള റോഡ്, ഇരുവശങ്ങളിലും നിറയെ വീടുകൾ. വിസ്തൃതിയുള്ള ഒരു പുരയിടവും കാണാനില്ല. റോഡ് അവസാനിക്കുന്നത് കൊലപാതക കേസിലെ ഒന്നാം പ്രതി അനിൽകുമാറിന്റെ വീടിന്റെ മുൻവശത്താണ്. വീടിന്റെ കാർപോർച്ചിൽ നിന്നും ഏതാനും ചുവടുകൾ മാറി 3 സെപ്റ്റിക് ടാങ്കുകൾ. ഈ സെപ്റ്റിക് ടാങ്കിൽ കലയുടെ മൃതദേഹം അനിൽകുമാർ കൊണ്ടിട്ടു എന്നാണ് സാക്ഷിമൊഴി. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ തെളിവുകൾ മനുഷ്യ ശരീരാവശിഷ്ടം എന്നുറപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ സെപ്റ്റിക് ടാങ്കിൽ കെമിക്കൽ ഒഴിച്ചതായി കലയുടെ സഹോദരൻ അനിൽകുമാർ പറയുന്നു. ഒരു നാൾ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇന്നുവരെയും ഒരു സെപ്റ്റിക് ടാങ്കിൽ പോലും ഇതുപോലെ ഇത്രയും ദ്രാവകം കണ്ടിട്ടില്ല. പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് ദേഹം മുഴുവനും ചൊറിച്ചിലായിരുന്നു. കാരണം കല്ല് പോലും ഭസ്മമായി പോകുന്ന രീതിയിലുള്ള കെമിക്കലാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം തെളിവ് ശകലമെങ്കിലും കിട്ടിയത്. അയൽപ്പക്കത്തുള്ള വീടുകളിൽ നിന്ന് നോക്കിയാൽ സെപ്റ്റിക് ടാങ്ക് കൃത്യമായി കാണാം. വീടുകൾ അടുത്തടുത്തുള്ള ഈ പ്രദേശത്ത് വീതി കുറഞ്ഞ ഇടവഴിയിലൂടെ കാറിൽ മൃതദേഹവുമായി അനിൽകുമാർ വരാനുള്ള സാധ്യതയുണ്ടോ? സെപ്റ്റിക് ടാങ്കിന്റെ മൂടി തുറന്ന് മൃതദേഹം ഇട്ടെങ്കിൽ അയൽപ്പക്കത്തുള്ളവർ കാണുമോ എന്ന ഭയം അനിൽകുമാറിനുണ്ടായിരുന്നില്ലേ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. കൂട്ടുപ്രതികൾ ചതിക്കുമോ എന്ന് ഭയന്ന് അനിൽകുമാർ സെപ്റ്റിക് ടാങ്കിൽ നിന്നും വീണ്ടും മൃതദേഹം പുറത്തെടുത്തിരുന്നു. പിന്നീട് മൃതദേഹം എവിടെ മറവ് ചെയ്തു? ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശം, ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രം കഴിയുന്ന ചെറിയ ഇടവഴി, ഈ പ്രതിബന്ധങ്ങളെല്ലാം താണ്ടി അനിൽകുമാർ എങ്ങനെ വീടിനരികിലുള്ള സെപ്റ്റിക് ടാങ്കിൽ കലയുടെ മൃതദേഹം കൊണ്ടിട്ടു? ഇത് കണ്ടെത്തേണ്ടത് ഇനി പോലീസ് ഉദ്യോഗസ്ഥരാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.